അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഷഅബാൻ 7-ാം രാവിലെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഷഅബാനിലെ ശ്രേഷ്ഠമായ ഒരു തിങ്കളാഴ്ച രാവ് കൂടിയാണെന്ന്, 1-ാമത്തെ തിങ്കളാഴ്ച രാവാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാ. ഈമാന് പൂർണ്ണമാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ. ഹലാലായ മുറാദുകളൊക്കെ നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ, ആഫിയത്ത് നൽകണേ. നിന്റെ പൊരുത്തത്തിൽ, നിന്റെ ത്വാഅത്തിലുമായിട്ട് ദീർഘായുസ് ആഫിയത്തോടെ ഞങ്ങൾക്ക് അവർക്ക് നൽകണേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും വിജയത്തിലുമാക്കി തരണേ പടച്ചോനെ. എല്ലാവിധ ഷർറിൽ നിന്നും ഷർറുകാരിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഷഅബാനി ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. റമളാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയും ആത്മാർത്ഥമായി ചൊല്ല അറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. റബ്ബ് തആല നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ഷഅബാൻ 7-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ർ ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ഷഅബാൻ 7-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ, മർഹമത്ത് നൽകണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെ ഹളറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ. നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ബന്ധപ്പെട്ട ചിലരുടെ ആണ്ടിൻ്റെ ദിനം ഇന്നാണെന്ന് അറിയിച്ചിട്ടുണ്ട് റബ്ബേ. അവരുടെ ഹളറത്തിലേക്ക് പ്രത്യേകമായി എത്തിച്ചു കൊടുക്കണേ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വലികാരി ഞങ്ങളെ അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഖൈറിലാക്കി തരണേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും നീ നിന്റെ പൊരുത്തവും ബറക്കത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഷഅബാൻ മാസത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞ ശ്രേഷ്ഠമായ ദുആ 21 തവണ നമുക്ക് ദ്വാരക്കാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. നമ്മളുടെ എല്ലാ കാര്യത്തിലും അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 وفقنا في شهر رمضان للصيام والقيام وتلاوة القرآن والاعتكاف وسائر الخيرات لوجهك الكريم. അല്ലാഹുവേ, ഈ വിശുദ്ധമായ ശഅബാൻ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിലേക്ക് ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ, നല്ല ഈമാനോടെ റമളാനിൽ ഇബാദത്തെടുക്കാനുള്ള അതിയായ ആവേശത്തോടെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റമളാനിനെ ധന്യമാക്കാൻ, ശഅബാനിനെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് പാരായണം ചെയ്യാം. ഈ ശഅബാനിന്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ ദിവസവും ഒരാൾ 8 ആയത്ത് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മയുടെ ഏടുകൾ അല്ലാഹു കരിച്ചു കളയുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിൽ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, തിന്മകളില്ലാതെ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് എത്ര വലിയ സൗഭാഗ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് ഈ 8 ആയത്ത് ശഅബാന്റെ ബറാഅത്ത് രാവ് വരെ നമുക്ക് പാരായണം ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മത്തൻ മിൻ റബ്ബിക ഇന്നഹു ഹുവസ്-സമീഉൽ അലീം റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വ യുമീത് റബ്ബുക്കും വ റബ്ബു ആബാഇകുമുൽ അവ്വലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين.
بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين
സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ, വിശുദ്ധമായ ശഅബാനിൽ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത് ഞങ്ങൾ 15 തവണ പാരായണം ചെയ്തു റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്കൊരുപാട് തെറ്റ് ചെയ്തവരാണ്. ഞങ്ങളുടെ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ, എഴുതപ്പെട്ട ഏടുകൾ നീ കരിച്ച് കളയണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഈ 15 ഈ ആയത്തുകൾ, ഈ സൂറത്തു ദുഖാനിലെ ശ്രേഷ്ഠമായ ആയത്തുകൾ ഓതിയത് കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെല്ലാം നേട്ടങ്ങളാണോ, എന്തെല്ലാം ഫലങ്ങളാണോ നീ നൽകുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് നീ നിന്റെ ഔദാര്യം കൊണ്ട് പൂർണ്ണമാക്കി നൽകണേ അല്ലാ. ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ. മാനസിക ടെൻഷനുകളൊക്കെ മാറ്റി റാഹത്തും തുമഈനത്തും ഞങ്ങളുടെ മനസ്സിൽ നിറച്ചു തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ഹബീബായ തങ്ങളുടെ മദ്ഹടങ്ങിയ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന, അത് ചൊല്ലുന്ന ദിവസം മരണപ്പെടൂല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. 7 തവണ ആ 2 ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ഈ മഹത്തായ 2 ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ. മനസ്സിന് റാഹത്ത് നൽകണേ, ശരീരത്തിന് ആഫിയത്ത് നൽകണേ. സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണം അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച, ഹബീബായ നബി തങ്ങള് പഠിപ്പിച്ച അതിമഹത്തായ, വളരെ മഹത്വങ്ങളുള്ള ഒരു ദിക്ർ 11 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഈ ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ശർറുകൾ ഞങ്ങളെ തൊട്ട് നീ തടയണേ അല്ലാ. തൗഫീഖ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നൽകണം പടച്ചോനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ചൊല്ലുന്നത് ഈ ശഅബാനിൽ ധാരാളമായി ചൊല്ലേണ്ട, അധികരിപ്പിക്കേണ്ട ദിക്റാണ്. ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. റബ്ബ് നമുക്ക് ഈ ശഅബാൻ കഴിയുന്നത് വരെ ധാരാളമായി ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് 21 തവണ നമുക്ക് ചൊല്ലാം. അല്ലാഹു ഇതിനാലുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും നേട്ടങ്ങളും നമുക്ക് പൂർണ്ണമാക്കി നൽകട്ടെ. ചൊല്ലിക്കോളൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. تقبل الله. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ മഹത്തായ ദിക്റുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പരിശുദ്ധമാക്കണേ അല്ലാ. ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് തരണേ അല്ലാ. ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, സമാധാനമുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിന് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലാനുള്ള ദിക്ർ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും, സാഹിര്യങ്ങളുടെയും കണ്ണന്മാരുടെയും അക്രമികളുടെയും ഒക്കെ ഷെറുകളിൽ നിന്ന്, അവരുടെയൊക്കെ ഫിത്തനകളിൽ നിന്ന്, ഫിത്തനയുണ്ടാക്കുന്നവരുടെയൊക്കെ ഫിത്തനയിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടി വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്തായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന മഹത്തായ ആയത്ത് 18 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം.
യാ സലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. തഖബ്ബലല്ലാഹ്, പടച്ചോനെ ഞങ്ങൾ ചൊല്ലിയ, ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് സ്വീകരിക്കണേ പടച്ചോനെ. നിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ രക്ഷയും സലാമത്തും എപ്പോഴും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് നിന്റെ വലിയ കാവലെപ്പോഴും നൽകണം അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, എപ്പോഴും നമ്മുടെ നാവിലുണ്ടായിരിക്കേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 33 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ അഫ്ളലായ കലിമത്തിന്റെ മേൽ ഞങ്ങളെ ജീവിപ്പിച്ച് ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഞങ്ങളുടെ നാവിലൂടെ വരുന്ന അവസാനത്തെ വാക്ക് ഈ മഹത്തായ തൗഹീദിന്റെ കലിമത്താക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് റബ്ബിനോട് പൊറുക്കലിനെ തേടാം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാം. 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ 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 അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ. നമ്മളിപ്പോൾ ചൊല്ലിയതായ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണ്? എല്ലാ സൃഷ്ടികളുടെയും നാഥനായ അല്ലാഹുവേ, നിന്നോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു അല്ലാഹ്. നമുക്ക് 33 തവണ ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി
اللهم صل على النور وأهله 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 സ്വീകരിക്കണേ റബ്ബേ. ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടത്തോട് സ്നേഹം നൽകണേ അല്ലാ. അവിടുത്തെ സ്വപ്നത്തിലും യഖ്ളത്തിലും കാണാനും ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണം അല്ലാ. ഇനി നമുക്ക് ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും 33 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് 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 الصلاة والسلام عليك يا رسول الله 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 الصلاة والسلام عليك يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാൻ പരിശുദ്ധമായ ശഅബാൻ 7-ാം രാവിലെ ശ്രേഷ്ഠമായ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولأساتذتنا ولمشايخنا ولأزواجنا ولذرياتنا ولأحبابنا ولأقربائنا ولجميع المؤمنين والمؤمنات. അല്ലാഹുവേ, ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയതായ ശ്രേഷ്ഠമായ ദിക്റുകളും സ്വലാത്തും ആയത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെയൊക്കെ സവാബിന്റെ മിസ്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. സകല അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഹളറാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, അവരുടെയൊക്കെ മദദും നുസ്റത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് പടച്ചോനെ. ഈ മാസത്തിൽ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരുടെയും ആണ്ടിന്റെ ദിവസം വരുന്നുണ്ട് പടച്ചോനെ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയും, ആരൊക്കെ ആണ്ട് ദിവസമാണോ ഈ മാസത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെയും ഹളറത്തിലേക്ക് നിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ. അവരുടെയൊക്കെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ കാരണം ഞങ്ങളെ തെറ്റുകളൊക്കെ പുറത്തു തരണേ. തെറ്റുകളൊക്കെ കരിച്ചു കളയണേ റബ്ബേ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈമാന് പൂർണ്ണമാക്കി തരണേ. പൈശാചികമായ എല്ലാ ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ റബ്ബേ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള്, പടച്ചോനെ, ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണ്, ഓരോ മുറാദുകളാണ്, ഓരോ ആഗ്രഹങ്ങളാണ്, ഓരോ പ്രയാസങ്ങളാണ്. എല്ലാം അറിയുന്ന റബ്ബേ, അവരുടെ ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞതെങ്കിൽ ആ കാര്യം നീ പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ. അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ. എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും റബ്ബേ ജീവിതത്തിൽ വലിയ ഖൈർ നൽകണേ. വിഷമങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കണേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. ഞങ്ങളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ മജ്ലിസിലുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായ വഴി പെട്ടെന്ന് തുറന്നു കൊടുക്കണേ റബ്ബേ. പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അത് വാങ്ങിയ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെയും മക്കളുടെയും ദുസ്വഭാവം കൊണ്ട്, കള്ളുകുടി പോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗം പോലെയുള്ള ദുസ്വഭാവം കൊണ്ട്, നിസ്കരിക്കാതിരിക്കുന്നത് പോലെയുള്ള ചീത്ത സ്വഭാവങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹ്, അവരുടെ ഭർത്താക്കളെയും അവരുടെ മക്കളെയൊക്കെ നീ നന്നാക്കണേ റബ്ബേ. അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള ആ ഹറാമുകൾ ഒഴിവാക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹ്, അവരുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്തിക ജീവിതത്തിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ. മക്കളൊക്കെ നന്നാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ഇസ്സത്തോടെ കൂടിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. കല്യാണം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. റാഹത്തായ അനുയോജ്യരായ എത്രയും പെട്ടെന്ന് അവർക്ക് നീ നൽകണേ അല്ലാഹ്. അതിലെ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട് റബ്ബേ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് പെട്ടെന്ന് നൽകണേ അല്ലാഹ്. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് റബ്ബേ. പെട്ടെന്ന് സ്വന്തമായ വീട് നീ വെക്കാനുള്ള എല്ലാ കഴിവും നീ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ. ഉള്ള ജോലിയിൽ പടച്ചോനെ ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ. ജോലി സ്ഥലങ്ങളുടെ ഞങ്ങളോട് ബന്ധപ്പെട്ട പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജോലിയിലും ജോലി സ്ഥലത്തുമുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ തഖ്വ നൽകണേ. ഞങ്ങളൊക്കെ നിന്റെ മുഖ്ലിസീങ്ങളായ അടിമകളിൽ പെടുത്തണേ. നിനക്ക് ധാരാളം ശുക്ർ ചെയ്യുന്ന, നിനക്ക് ധാരാളം ദിക്ർ ചൊല്ലുന്ന മുത്തഖീങ്ങളായ അടിമകളിൽ പെടുത്തണേ. ഇബാദത്തിന് ഭംഗം വരുന്ന രോഗങ്ങളൊന്നും തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. നിനക്ക് ധാരാളമായി ഇബാദത്തെടുക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആവേശം നീ നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ചോനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ധാരാളമായി ചെയ്യാൻ ഭാഗ്യം നൽകണേ. ഹബീബായ തങ്ങളെ സിയാറത്ത് ഒരുപാട് ചെയ്യാൻ ഭാഗ്യം നൽകണേ. മഹാന്മാരായ ഉലിയാക്കന്മാരെ സന്ദർശിക്കാൻ ഭാഗ്യം നൽകണേ. ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളോട് ഞങ്ങൾക്ക് അടുപ്പം നൽകണേ. അവരിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ. കാര്യങ്ങളൊക്കെ റാഹത്തിലും വിജയത്തിലുമാക്കി തരണേ അല്ലാ. ജീവിതം വിജയിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും പെടുത്തണേ റബ്ബേ. ശഅബാൻ മാസത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കണേ. നീ പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ഞങ്ങളാരെയും നിന്റെ റഹ്മത്തിലേക്ക് നീ വിളിക്കല്ല അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.